HP ടെക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് അത്യാവശ്യം കപ്പാസിറ്റി ഉള്ള ഒരു ടെലസ്കോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിരുന്നു. അതുപോലെ തന്നെ സ്റ്റാൻഡ് ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതിലൂടെ ഞാൻ നമ്മുടെ ഉപഗ്രഹത്തെയും അതുപോലെ തന്നെ ഗ്രഹങ്ങളെയും അതിലൂടെ എങ്ങനെയാണ് പകർത്തിയത്, ഞാൻ എൻ്റെ മൊബൈൽ ക്യാമറയിലൂടെ തന്നെയാണ് അതിൽ അറ്റാച്ച് ചെയ്ത് പകർത്തിയത്. അപ്പോൾ അത് എങ്ങനെയാണ് ഞാൻ പകർത്തിയത് എന്നൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഈ വീഡിയോ ഇടാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. എന്നാൽ നമുക്ക് വീഡിയോ കിട്ടുക. അപ്പോൾ ഇതായിരുന്നു ഈ ഒരു ടെലസ്കോപ്പ്. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഈ സ്റ്റാൻഡ് ഉണ്ടാക്കുന്നതൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഇത് മൊബൈൽ ക്ലൈംബ് ചെയ്തിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റാൻഡ് അറ്റാച്ച് ചെയ്തത്. ഈ ഒരു സ്റ്റാൻഡ് ഇത് അതിൻ്റെ ഫോക്കസറിൻ്റെ മുകളിലാണ് സ്റ്റാൻഡ് അറ്റാച്ച് ചെയ്തത്. കാരണം ഇതതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ മൊബൈൽ ക്യാമറയും അതുപോലെ തന്നെ ഫോക്കസ് ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ എനിക്ക് ഫോട്ടോഗ്രാഫി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റാൻഡ് ഉണ്ടാക്കിയത്. എൻ്റെ മൊബൈൽ ഈ ഇരു ഭാഗത്ത് അറ്റാച്ച് ചെയ്യുക. ഇവിടെയാണ് ഇതിൻ്റെ ഐപീസ് വെക്കുക. ഇവിടെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ ഈ 25mm, അതുപോലെ തന്നെ 4mm, 8mm, അതുപോലെ തന്നെ വേറെ കുറേ ഐപീസുകളുണ്ട്. ഇലക്ട്രോണിക് ഐപീസും നമുക്ക് വാങ്ങാൻ കിട്ടും. അതൊക്കെ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് നോക്കാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കിട്ടിയിരുന്നത് ഇവിടെ ഐപീസ് നമ്മൾ ഇറക്കി വെച്ചിട്ട് ഇവിടെ ഈ ഏരിയയിൽ ഫോണ് കവർ ചെയ്തിട്ടാണ്, ഇതിൽ ഫോൺ ഇറക്കി വെച്ചാണ് നമ്മൾ വീഡിയോയും അതുപോലെ തന്നെ ഫോട്ടോ ഒക്കെ നമ്മൾ എടുത്തത്. ഓക്കെ, ഇതിൻ്റെ അടിയിലൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. ഇത് വേറൊരു അറ്റാച്ച്മെൻറ്റ് വെച്ചാണ്. കാരണം ഇത് സ്റ്റാറിൻ്റെ പൊസിഷനൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു അറ്റാച്ച്മെൻ്റാണ്. ഇതിലൂടെ നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, അപ്പോൾ സ്റ്റാറിനെ ഫോക്കസ് ചെയ്യാൻ പറ്റിയ ഓരോ ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ എവിടെയാണെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ ഒരു ക്യാമറ, അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ഫോൺ ഇവിടെ വെക്കും. ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഏകദേശം പൊസിഷൻ നമുക്ക് മനസ്സിലാകും ഫോക്കസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഈ ഒരു പൊസിഷനിലാണ് ഇത് വെച്ചത്. ഇതിലൂടെ അങ്ങോട്ട് ഇറക്കുകയാണ് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണ് എടുത്തത്. അതുപോലെ തന്നെ ഇത് പ്ലൈവുഡാണ്. രണ്ട് പ്ലൈവുഡ് കട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഇതിൻ്റെ ഫോക്കസ് ചെയ്തതിൻ്റെ അടിയിലായിട്ട് ഇതിൽ ഹോൾസ് മേക്ക് ചെയ്ത് ഇറക്കി വെച്ചാണ് ഈ രൂപത്തിലാണ് ഇത് ഇവിടെ അറ്റാച്ച് ചെയ്തത്. ഇത് ഫിക്സ് ഇവിടെ ചെയ്തിട്ടാണ് നമ്മൾ ഫോട്ടോഗ്രാഫിക്ക് എടുക്കുന്നത്. ഓക്കെ, ഇതൊരു USB കേബിൾ ഉണ്ട്. ഇത് USB കേബിളാണ്. ഇത് നമുക്ക് കമ്പ്യൂട്ടറിലും അതുപോലെ തന്നെ ഫോണിലും ഇത് കണക്ട് ചെയ്യാം. ഫോണിൽ ഒരു അറ്റാച്ച്മെൻ്റ് വെച്ച് നമ്മളിത് പ്ലഗ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിലൂടെ നമുക്ക് എന്തായാലും ചന്ദ്രനെ കാണാൻ സാധിക്കും. ഞാൻ സ്റ്റാറിനെ ഫോക്കസ് ചെയ്തപ്പോൾ സ്റ്റാറിനെ ഇത് ക്യാച്ച് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ഉപഗ്രഹത്തെ നമുക്ക് ഇതിലൂടെ വീഡിയോ സ്ട്രീമിങ്ങും ഒക്കെ എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഫോട്ടോ എടുക്കാം. അത്യാവശ്യം സൂമിങ്ങും ചെയ്യാം ഇതിലൂടെ. അപ്പോൾ പ്രകൃതി എന്തായാലും ഇതിലൂടെ വീക്ഷിക്കാൻ സാധിക്കും. കാരണം ഇതിന് അത്യാവശ്യം ലൈറ്റ് വേണം ഇത് പ്രവർത്തിപ്പിക്കാൻ. കാരണം മാക്സിമം ലൈറ്റിലേക്ക് ഇതിൻ്റെ സെൻസറിലേക്ക് എത്തണം. ഇതിലൊരു ചിപ്പ് ഉണ്ട്, അതിലേക്ക് എത്തണം. കാരണം നമുക്ക് സ്റ്റാറിന് വരുന്നതിൽ അത്ര ക്യാച്ച് ചെയ്യുന്നില്ല. കാരണം സ്റ്റാറിന് വരുന്നത് ചെറിയ ലൈറ്റ് ആയതുകൊണ്ട് ആയിരിക്കാം ഒരു പക്ഷേ. പിന്നെ എന്തായാലും പ്രകൃതിയെ നമുക്ക് ഇതിലൂടെ വീക്ഷിക്കാം. നിങ്ങൾക്ക് ഏത് ടെലസ്കോപ്പിൽ ചിലവ് കുറഞ്ഞൊരു ടെലസ്കോപ്പ് ഉണ്ടാക്കിയിരുന്നല്ലോ, അപ്പോൾ അതിൽ ഇത് അറ്റാച്ച് ചെയ്യാം. കാരണം അത്രയും ഇതുപോലെ ഇത് ഐപീസ് അതിൽ ഉപയോഗിക്കാൻ സാധിക്കും. ഓക്കെ, ഇതിന് അത്ര റേറ്റ് ഒന്നുമില്ല. ഇതിനൊരു 2 റുപ്യേൻ്റെ അടുത്ത് അങ്ങനെ വില വരുന്നുള്ളൂ തോന്നുന്നു. അപ്പോൾ ഇത് നമ്മൾ കമ്പ്യൂട്ടറിൽ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അത് പ്രവർത്തിപ്പിക്കാം. ഇത് കണക്ട് ചെയ്ത് USB കേബിൾ കണക്ട് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക.
ഓക്കെ, എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ശുഭദിനം.